ചില അവസരങ്ങളിൽ രോഗനിർണയ മാർഗങ്ങളിലൂടെ ചികിത്സയും സാധ്യമാകുന്നു. കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയ് ജെ മുക്കട നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നു. സ്വാഗതം ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. എൻഡോസ്കോപ്പി ഇപ്പം നമുക്ക് ഡയഗ്നോസ്റ്റിക് ആവാം, അതായത് ഒരു അസുഖം കണ്ടുപിടിക്കാനുള്ള ചികിത്സയായിട്ടാവാം, അല്ലെങ്കിൽ തെറപ്യൂട്ടിക് ആവാം. ഈ രണ്ട് രീതിയിലുള്ള എൻഡോസ്കോപ്സും ഉണ്ട്. ഇത് സാധാരണ ഒരു എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് 3 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാകും, ബിക്കോസ് നമ്മൾ തൊണ്ട മരപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവാം, വോമിറ്റിംഗ് ഫീലിംഗ് ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എപ്പോഴും ചെറിയൊരു സെഡേഷൻ കൊടുക്കും, കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയും. അത് ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അറിയാണ്ട് ചെയ്യാം, വിതൗട്ട് എനി പ്രോബ്ലം. ഓൺലി തിങ് ഈസ് പേഷ്യൻ്റ് ഹാസ് ടു ബി ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ 1 hour. അത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ഹോം. അത് എൻഡോസ്കോപ്പി, ഈ വായിക്കൂടെ നോക്കുന്നത്. അതുപോലെ മലദ്വാരത്തിൽ കൂടെ നോക്കുന്ന കൊളോണോസ്കോപ്പി എന്ന് പറയും. അതും ഇതുപോലെ തന്നെയാണ്. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ടെസ്റ്റ് തീർക്കാം. പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് സമയമെടുക്കും. മരുന്ന് കുടിച്ച് വയറ് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ. ബട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൊളോണോസ്കോപ്പി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏർലി ഡിറ്റക്ഷൻ ഓഫ് കോളൻ ക്യാൻസർ. ഈ ഒരു പോളിപ്പ് എന്ന് പറയും, അങ്ങനെയാണ് കോളൻ ക്യാൻസർ തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പല ആൾക്കാരിലും നമ്മൾ കേട്ടിട്ടുണ്ട് കോളൻ ക്യാൻസർ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്. സോ ഈ പോളിപ്പ് വന്നിട്ടാണ് അത് ക്യാൻസർ ആകുന്നത്. So if we detect at the stage of polyp, we can completely remove it endoscopically. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എൻഡോസ്കോപ്പിക്കലി കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പോളിപ്പ് റിസെക്റ്റ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ കുറച്ചുകൂടെ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യും. ട്യൂമർ ഇറ്റ് ബിക്കംസ് എ ക്യാൻസറസ് ഗ്രോത്ത് ആൻഡ് ഇറ്റ് ബിക്കംസ് സ്പ്രെഡ് ചെയ്ത് പിന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആവും. സർജറി വേണം, കീമോതെറാപ്പി വേണം, റേഡിയോതെറാപ്പി അതൊക്കെ വേണം. പക്ഷേ ഏർലി ഡിറ്റക്ഷന് കൊളോണോസ്കോപ്പി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഈ അലാമിങ് സിംറ്റംസ് ഉണ്ട്, അതായത് വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുക. ഓൾ ബ്ലീഡിങ് ഈസ് നോട്ട് പൈൽസ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എല്ലാം പൈൽസാന്ന് പറഞ്ഞിരിക്കും. ദേ ഗോൺ പല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകെ പോയിട്ട് അങ്ങനെ പോകും. പ്രോപ്പറായിട്ട് എവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.